ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. മനുഷ്യൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയട്ടെ. സ്വപ്നങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രായമായവരുടെ ജീവിതം വിരസമാവാൻ കാരണം എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ടാവാം അവരുടെ ജീവിതം വിരസമായി പോകുന്നത്. ഉറക്കത്തിൽ കാണുന്നവയല്ല, നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നവയാവണം നമ്മുടെ സ്വപ്നങ്ങൾ. ഇത് APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണ്. കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി നിശ്ചലാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളെ ചലനാത്മകമാക്കണം. അങ്ങനെ ഒരു രൂപം മാറ്റം ആ ഡ്രീംസിന് അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്ക് വരുത്തണം. അതായത് നമ്മുടെ മനസ്സിലിരിക്കുന്ന സ്വപ്നങ്ങളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നർത്ഥം. അതിനായി നമ്മുടെ സ്വപ്നങ്ങളുടെ കൂടെ കൃത്യമായ ചില പ്ലാനുകൾ അഥവാ ചില പദ്ധതികൾ കൂടി കൂട്ടിച്ചേർക്കണം. അപ്പോൾ നമ്മുടെ ഡ്രീംസ് വ്യക്തതയുള്ള പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അഥവാ നമ്മെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒരു പ്രേരക ശക്തിയായി മാറും. ാണ് വിഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡ്രീംസിനെ വിഷനാക്കി. ഇനി വേണ്ടത് ആക്ഷൻ. ആ വിഷൻ അനുയോജ്യമായ ആക്ഷൻ നടത്തണം, പ്രവൃത്തി ചെയ്യണം. വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്ന പല ആൾക്കാരുടെയും ജീവിതം പരാജയപ്പെടാൻ കാരണം അവരുടെ സ്വപ്നങ്ങൾ അവർ ഇതുപോലുള്ള വിഷനാക്കി മാറ്റാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് തക്ക ആക്ഷൻ എടുക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. പ്ലാനിങ് ഇല്ലാതെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, പ്രവൃത്തിയില്ലാതെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. എന്നാൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാകത്തുമില്ല. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വയ്ക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാം എന്താണ്, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്, അതായത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ പുതിയതായി പലതും പഠിക്കുകയോ പലതും കണ്ടെത്തുകയോ ഒക്കെ വേണ്ടി വരും. എങ്കിലേ നമ്മളെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനാവൂ. അടുത്തത്, നമ്മുടെ ജീവിതത്തെ എവിടെ എത്തിക്കണം എന്ന വിഷൻ ഉണ്ടാക്കുക എന്നതാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡ്രീമിൻ്റെ കൂടെ ചില കൃത്യമായ പ്ലാനുകളും കൂടെ കൂട്ടിച്ചേർത്താൽ അതിനെ വിഷനാക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ട പ്ലാൻ കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്തതായി, വിഷൻ ചെയ്ത ലെവലിലേക്ക് ഉയരാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. നാം ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടെന്നിരിക്കും. എന്നാൽ നിരന്തരമായി പരാജയപ്പെടുമ്പം നമുക്ക് നമ്മളോടുള്ള വിശ്വാസം, മതിപ്പ്, നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയും. അപ്പോഴും നമ്മളെ മൈൻഡിനെ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ചിലപ്പോൾ നാം നേടും, ചിലപ്പോൾ നാം പരാജയങ്ങളിലൂടെ പലതും പഠിച്ചെന്നിരിക്കും. പരാജയങ്ങളിലൂടെയാണ് നാം പുതിയ പുതിയ പാഠങ്ങളൊക്കെ പഠിക്കുന്നത്. ഇതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ക്ലിയറായി ഉണ്ടായിരിക്കണം. അടുത്തത് ആക്ഷൻ. നാം ഉദ്ദേശിച്ച ലെവലിൽ എത്താൻ കഠിനമായി പ്രയത്നിക്കുക. എൻ്റെ ജീവിതം പരാജയപ്പെടാൻ കാരണം എൻ്റെ ഇല്ലായ്മകളാണ് എന്ന് ചിന്തിക്കരുത്. കാരണം ഇല്ലായ്മയിലുള്ള ഒരുപാട് ആൾക്കാർ ഉന്നതിയിലെത്തിയിട്ടുണ്ട്. കഠിനമായി അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് പോരായ്മകളെയും കീറി മുറിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം ഒന്നും നേടാനാകില്ല. ആ സ്വപ്നങ്ങൾക്ക് മേൽ പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ഒരു വിഷനാക്കി രൂപമാറ്റം വരുത്തുക. അതിനുശേഷം അത് പ്രായോഗികമാക്കാൻ പ്രവർത്തിക്കുക. തളരാതെ നിരന്തരം പരിശ്രമിക്കുക. കഴിവല്ല, നിരന്തരമായ പ്രയത്നമാണ് വിജയത്തിൻ്റെ മാനദണ്ഡം. താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.